വെളിപ്പാട് പുസ്തക പഠന പരമ്പരയിൽ 5 വരെയുള്ള അധ്യായങ്ങൾ നാം നോക്കിക്കഴിഞ്ഞു. തുടർന്ന് 6-ാം അധ്യായം മുതലുള്ള സത്യങ്ങൾ പഠിക്കുവാൻ നമുക്ക് ശ്രമിക്കാം. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ്റെ വലങ്കയ്യിൽ അകത്തും പുറത്തും എഴുത്തുള്ള 7 മുദ്രയാൽ മുദ്രയിട്ട പുസ്തകം കുഞ്ഞാട് വാങ്ങി ആ മുദ്രകൾ ഓരോന്നായി പൊട്ടിക്കുവാൻ ആരംഭിക്കുകയാണ് 6-ാം അധ്യായത്തിൽ. പുസ്തക ചുരുളിൽ എഴുതിയിരിക്കുന്നതിന് തുല്യമായ സംഭവങ്ങളാണ് തുടർന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. യോഹന്നാന് ആ കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുവാൻ കർത്താവ് പ്രസാദിച്ചു. അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ കരങ്ങളാണ് സകല സംഭവങ്ങളും നിയന്ത്രിക്കുന്നത്. അന്നും ഇന്നും ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏത് കാര്യങ്ങളും നമ്മുടെ കർത്താവായ ക്രിസ്തുയേശുവാണ് നിയന്ത്രിക്കുന്നത് എന്ന ചിന്ത ക്രിസ്തുവിശ്വാസികൾക്ക് വളരെ ധൈര്യവും ആവേശവും നൽകേണ്ടതാണ്. തുടർന്നുള്ള ഭാഗങ്ങളിൽ കാണുന്നതും കേൾക്കുന്നതുമായ കാര്യങ്ങൾ യോഹന്നാനെ സംബന്ധിച്ചിടത്തോളം എന്ത് പ്രതികരണം ഉണ്ടാക്കിയോ അതുതന്നെയാണ് ഇന്ന് ജീവിച്ചിരിക്കുന്ന, അത് വായിച്ച് പഠിക്കുന്ന നമുക്കും ഉണ്ടാകേണ്ടത്. 6 മുതലുള്ള അധ്യായങ്ങളിൽ യോഹന്നാൻ വിവരിക്കുന്നത് ആത്മവിവശനായി അവൻ കാണുന്ന കാര്യങ്ങളാണല്ലോ. അവയുടെ ക്രമങ്ങളിൽ ഒരു ഐകരൂപ്യം ഉണ്ടാക്കുവാൻ ബുദ്ധിമുട്ടുണ്ട്. ഒന്നിനു പുറകെ ഒന്നായി ഓരോന്നും സംഭവിക്കുന്നതായിട്ടല്ല രേഖപ്പെടുത്തിയിരിക്കുന്നത്. പല സംഭവങ്ങളും സമാന്തരമായിട്ടും അതിന് ഇടയിലും സംഭവിക്കുന്നതായിട്ടുണ്ട്. ദർശനത്തിൽ കണ്ടതായത് കൊണ്ട് രേഖപ്പെടുത്തുമ്പോൾ ആ നിലയിലെ അത് ചെയ്യുവാൻ കഴിയുകയുള്ളൂ. 7 മുദ്രയാൽ മുദ്രയിട്ട പുസ്തകത്തിലെ എല്ലാ കാര്യങ്ങളും ലോകത്തിൽ സംഭവിക്കുന്നതാണ്. കൃത്യമായിട്ട് എന്ന് മുതൽ അത് ആരംഭിക്കുന്നു എന്ന കാര്യത്തിൽ വളരെ വ്യത്യസ്തമായ അഭിപ്രായ ഗതികളാണ് വേദപഠിതാക്കളുടെ ഇടയിൽ ഉള്ളത്. യോഹന്നാൻ്റെ കാലം മുതൽ തന്നെ സംഭവിക്കുന്ന കാര്യങ്ങളുടെ വിവരണമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുന്നതാണ് നല്ലത്. അന്ത്യകാലത്ത് സംഭവിക്കാനുള്ളത് കൂടുതൽ വിവരിച്ചിട്ടുണ്ട് എന്നേ ഉള്ളൂ. 7 മുദ്രകൾ ഓരോന്നായി പൊട്ടിക്കുമ്പോൾ ഭൂമിയിൽ നടക്കുന്ന കാര്യങ്ങളാണ് 6-ാം അധ്യായം. 7-ാം മുദ്ര പൊട്ടിക്കുന്നതോടെ മുദ്രകൾ തീർന്നു. പുസ്തക ചുരുൾ വിടർത്തി തുടങ്ങുകയാണ്. 8-ാം അധ്യായം മുതലാണ് സംഭവങ്ങളുടെ ആക്കം കൂടുന്നത്. 7 മുദ്രകളും 7 കാഹളങ്ങളും 7 ക്രോധകലശങ്ങളും കൊണ്ട് വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായം അവസാനിക്കുന്നു. എന്നാൽ അതിനിടയിൽ 7, 10, 11, 12, 13, 14 അധ്യായങ്ങളിലെ സംഭവങ്ങളും യോഹന്നാൻ കാണുകയും വിവരിക്കുകയും ചെയ്യുന്നുണ്ട്. 7 മുദ്രകൾ പൊട്ടിക്കുന്നത് മൊത്തത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളുടെ ഒരു ആമുഖമായി മനസ്സിലാക്കാം. 7-ാം മുദ്ര പൊട്ടിക്കുമ്പോൾ സ്വർഗത്തിൽ മൗനതയുണ്ടാകുന്നു. 7 ദൂതന്മാർ 7 കാഹളവുമായി രംഗത്ത് വരുന്നു. 6-ാം മുദ്ര പൊട്ടിക്കുമ്പോൾ സംഭവിക്കുന്നതും 7-ാമത്തെ കാഹളം ഊതുമ്പോൾ സംഭവിക്കുന്നതും 7-ാമത്തെ കലശമൊഴിക്കുമ്പോൾ സംഭവിക്കുന്നതും തമ്മിൽ സാരമായ ബന്ധമുണ്ട്. എന്നാൽ 1-ാം മുദ്ര പൊട്ടിക്കുമ്പോൾ സംഭവിക്കുന്നതും 1-ാം കാഹളവും 1-ാം കലശവും ഒഴിക്കുമ്പോൾ സംഭവിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. 1-ാം കാഹളം ഊതുമ്പോൾ സംഭവിക്കുന്നതും 1-ാം കലശമൊഴിക്കുമ്പോൾ സംഭവിക്കുന്നതും തമ്മിൽ ബന്ധമുണ്ട്. കാഹളങ്ങളും കലശങ്ങളും സമാന്തരമായി സംഭവിക്കുന്നതും അവയുടെ ആമുഖമായി മുദ്രകൾ പൊട്ടിക്കുന്നതായി മനസ്സിലാക്കാം. ദൈവത്തിൻ്റെ ന്യായവിധികൾ ചൊരിയുന്നതിൻ്റെ ശക്തി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാഹളങ്ങൾ ഊതുമ്പോഴും കലശം ഒഴിക്കുമ്പോഴും ഉണ്ടാകുന്ന സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത്. മുദ്രകൾ പൊട്ടിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ലോകത്തിൽ മൊത്തത്തിൽ സംഭവിക്കുന്ന ചരിത്ര സംഭവങ്ങളുടെ ഒരു വിവരണം കാണുവാൻ കഴിയും. യുദ്ധം, ക്ഷാമം, ഭൂകമ്പം എന്നിങ്ങനെ ഈറ്റുനോവിൻ്റെ ആരംഭം എന്ന് കർത്താവ് ഒലിവുമല പ്രഭാഷണത്തിൽ വിശേഷിപ്പിച്ച കാര്യങ്ങളാണ് മുദ്രകൾ പൊട്ടിക്കുമ്പോൾ സംഭവിക്കുന്നത്. 6-ാം മുദ്ര പൊട്ടിക്കുമ്പോൾ കാര്യങ്ങളുടെ പാരമ്യത്തിലേക്ക് എത്തുന്നുണ്ട്. 1-ാം കാഹളം ഊതുമ്പോൾ സംഭവിക്കുന്നത് നോക്കുക. ഭൂമിയിൽ 1/3 വെന്തുപോയി എന്ന് കാണുന്നു. 1-ാമത്തെ കലശമൊഴിക്കുന്നത് നോക്കുക. ഭൂമിയിൽ മൃഗത്തിൻ്റെ മുദ്രയുള്ളവർക്കെല്ലാം വല്ലാത്ത ദുർവ്രണമുണ്ടായി. ദൈവത്തിൻ്റെ ന്യായവിധിയുടെ ശരിയായ ചിത്രം അവിടെ കാണാം. 3ഉം കൂടെ താരതമ്യപ്പെടുത്തുമ്പോൾ ചരിത്ര സംഭവങ്ങളുടെ ഒരു വിവരണം മുദ്രകൾ പൊട്ടിക്കുന്നതിലും അന്ത്യകാലത്തിൻ്റെ അവസാന സമയങ്ങൾ സംഭവിക്കുന്നത് കാഹളം, കലശം എന്നിവയിലും കാണാവുന്നതാണ്. വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായം 17-ാം വാക്യത്തിൽ സംഭവിച്ചു തീർന്നു എന്ന് പറയുന്നു. സംഭവങ്ങളുടെ സമാപ്തിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നതാണ് അവിടെ കാണുന്നത്. 17 മുതൽ 20 വരെയുള്ള അധ്യായങ്ങളിൽ വിവരിക്കുന്ന കാര്യങ്ങൾ കാഹളം ഊതുന്നതും കലശങ്ങൾ ഒഴിക്കുന്നതുമായ കാലയളവിൽ തന്നെ സംഭവിക്കുന്നതായി മനസ്സിലാക്കണം. മഹതിയാം ബാബിലോണിൻ്റെ മേലുള്ള ന്യായവിധിയും മൃഗത്തിൻ്റെ മേലുള്ള ന്യായവിധിയും 14, 16 അധ്യായങ്ങൾ പറഞ്ഞിട്ടുണ്ട്.
11 അധ്യായത്തിൽ 7 കാഹളം ഊതുമ്പോൾ ലോകരായിത്വം ക്രിസ്തുവിനായി തീർന്നതായി പറഞ്ഞിരിക്കുന്നു. 19 അധ്യായത്തിൽ സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് രാജ്യത്വം ഏറ്റിരിക്കുന്നു എന്ന് കാണുന്നു. 7 കാഹളം ഊതുമ്പോഴാണ് ദൈവത്തിൻ്റെ കോപം വരുന്നതും മരിച്ചവരെ ന്യായം വിധിക്കുന്നതും. ഭൂമിയെ നശിപ്പിക്കുന്നവരെ നശിപ്പിക്കാനുള്ള കാലവും വന്നു എന്നും പറയുന്നത്. 20 അധ്യായത്തിൽ ന്യായവിധിയെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. അങ്ങനെ 18 മുതൽ 20 വരെയുള്ള അധ്യായങ്ങളിൽ വിവരിച്ചിട്ടുള്ള സംഭവങ്ങളെല്ലാം 16 അധ്യായത്തിൽ 7 ക്രോധകലശം ഒഴിക്കുന്നതിനിടയിൽ സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ ന്യായവിധികളോട് ബന്ധപ്പെട്ടാണ് ഇത്രയും കാര്യങ്ങൾ വരുന്നത്. അതിനിടയിൽ ദൈവജനത്തോട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും യോഹന്നാൻ കാണുന്നുണ്ട്, അവയും വിവരിക്കുന്നുണ്ട്. 7 അധ്യായത്തിൽ 2 കൂട്ടത്തെ കാണുന്നു. ദൈവസന്നിധിയിൽ രാപ്പകലിരുന്ന് ആരാധിക്കുന്നവർ. 11 അധ്യായത്തിൽ 2 സാക്ഷികളെക്കുറിച്ച് പറയുന്നു. 14 അധ്യായത്തിൽ സിയോൻ മലയിൽ കുഞ്ഞാടും 144,000 പേരും കാണപ്പെടുന്നു. 15 അധ്യായത്തിൽ പളുങ്കുകടലിനരികെ ഇരുന്ന് പാട്ടുപാടുന്ന വിശുദ്ധന്മാരെ കാണുന്നു. അങ്ങനെ പുസ്തകം ചുരുൾ തുറന്ന് അതിലുള്ള കാര്യങ്ങൾ ചരിത്രത്തിൽ സംഭവിക്കുന്നത് യോഹന്നാൻ കാണുകയാണ്. അവയിൽ ഓരോന്നും വിശദമായി പഠിക്കുവാൻ തുടങ്ങുന്നതിന് മുൻപ് മൊത്തത്തിൽ ഒരു അവലോകനം നടത്തുകയാണ് നാം. ഇതിൻ്റെ എല്ലാം ആരംഭമാണ് 6 അധ്യായത്തിൽ കാണുന്നത്. ഒരു കാര്യവും കൂടെ ഇതോട് ചേർത്ത് ചിന്തിക്കേണ്ടതുണ്ട്. ലോക സൃഷ്ടി മുതൽ തിന്മയുടെയും നന്മയുടെയും ശക്തികൾ തമ്മിലുള്ള സംഘട്ടനങ്ങൾ സംഭവിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ലോകചരിത്രം എന്ന് പറഞ്ഞാൽ അതുതന്നെയാണ്. അതിൻ്റെ പാരമ്യവും പര്യവസാനവും എങ്ങനെയായിരിക്കുമെന്ന് ആധികാരികമായി പറയുവാൻ നമ്മുടെ കർത്താവിന് മാത്രമേ സാധിക്കൂ. മനുഷ്യൻ്റെ ഊഹങ്ങളിലോ അനുമാനങ്ങളിലോ സങ്കല്പങ്ങളിലോ അല്ല അക്കാര്യങ്ങൾ ആധേയപ്പെട്ടിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം ഈ 2 കാര്യങ്ങളുടെ പാരമ്യത്തെ വരച്ച് കാണിക്കുന്നുണ്ട്. ദുഷ്ടതയുടെ മൂർത്തീഭാവമായ ഒരു മൃഗം 13 അധ്യായത്തിൽ കാണുന്നു. സർവ്വഭൂമിയിലും അതിന് അധികാരം ലഭിച്ചു. ആ മൃഗത്തിന് അകമ്പടി സേവിക്കുവാൻ ഒരു കള്ളപ്രവാചകൻ, മൃഗത്തെ നയിക്കുന്ന ഒരു സ്ത്രീ, ഇവയെല്ലാം കൂടിച്ചേർന്നാൽ അതാണ് സാത്താന്യ ശക്തികൾ, തിന്മയുടെ ശക്തികൾ. അവയുടെ പാരമ്യത്തിലെത്തുന്നു. അതിൻ്റെ മധ്യത്തിൽ ഒരു കൂട്ടം വിശുദ്ധന്മാർ, ഉപദ്രവിക്കപ്പെടുന്നവർ, കൊല്ലപ്പെടുന്നവർ, എങ്കിലും അവരുടെ കർത്താവിനെ തള്ളിപ്പറയാതെ ദൈവവചനം പ്രമാണിച്ചുകൊണ്ട് സാക്ഷ്യം പുലർത്തി ജീവിക്കുന്ന ഒരു ന്യൂനപക്ഷം. ലോകത്തിൻ്റെ മുൻപിൽ ന്യൂനപക്ഷം ഭൂരിപക്ഷം മൃഗത്തോടു കൂടെയാണ്. 7 തലയും 10 കൊമ്പും ഉള്ള ഒരു അത്ഭുത സൃഷ്ടിയാണ് ഈ മൃഗം. എന്നാൽ ന്യൂനപക്ഷം കുഞ്ഞാടിനോടുകൂടെയാണ്. ഒരു കാലയളവ് അങ്ങനെ കാര്യങ്ങൾ നീങ്ങുന്നു. എന്നാൽ ഈ കാര്യങ്ങളുടെ പര്യവസാനം കുഞ്ഞാടും വിശുദ്ധന്മാരും ജയിക്കും എന്നതാണ്. താൻ കർത്താവും രാജാതിരാജാവും ആകൊണ്ട് കുഞ്ഞാട് തന്നോടുകൂടെയുള്ള വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരും വിശ്വസ്തരുമായി അവരെ ജയിക്കും. മൃഗത്തിൻ്റെ ഭരണകാലത്ത് മൃഗത്തെ ജയിക്കുന്ന ഒരു കൂട്ടമുണ്ട് എന്ന സത്യം നിഷേധിക്കുവാൻ സാധ്യമല്ല. എന്നാൽ അന്ത്യവിജയം കുഞ്ഞാടിനും അവനോടുകൂടെ വിശ്വസ്തരായി നിൽക്കുന്നവർക്കും ഉള്ളതാണ്. യേശുക്രിസ്തുവിൻ്റെ വീണ്ടും വരവിൽ മാത്രമേ ഈ അന്ത്യവിജയം ഉണ്ടാകുകയുള്ളൂ. തിന്മയെ ജയിക്കുക മാത്രമല്ല, അതിൻ്റെ അന്ത്യം വരുത്തുന്നതും ഈ കുഞ്ഞാട് തന്നെയാണ്. ആ അന്ത്യവിജയത്തിലേക്ക് നാം എങ്ങനെ എത്തിച്ചേരുമെന്നാണ് യോഹന്നാന് കാണിച്ചു കൊടുക്കുന്നത്. അത് നമുക്കായി രേഖപ്പെടുത്തി തന്നിരിക്കുകയാണ്. ആ സംഭവങ്ങളുടെ പുരോഗതിയിലേക്ക് ലോകം നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഇക്കാലത്ത് വെളിപ്പാട് പുസ്തക പഠനം നമുക്കൊരു പുതിയ കാഴ്ചപ്പാട് നൽകേണ്ടതാണ്. കുഞ്ഞാട് മുദ്രകൾ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അതിൻ്റെ അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ നമുക്കൊരു പ്രത്യാശയുണ്ട്. ലോകം കരഞ്ഞ് വിലപിക്കുമ്പോൾ നമുക്ക് സന്തോഷിച്ച് ആനന്ദിക്കാം. ലോകം പരിഭ്രമിച്ച് പരക്കം പായുമ്പോൾ നമുക്ക് സമാധാനത്തോടെ നമ്മുടെ കാന്തനായി കാത്തിരിക്കാം. ഭൂമിയുടെ മേൽ ന്യായവിധി കർത്താവ് ചൊരിയുമ്പോൾ അതിൻ്റെ മധ്യത്തിൽ കർത്താവിൻ്റെ കരങ്ങളിൽ സുരക്ഷിതരായിരിക്കാം. കുഞ്ഞാടിൻ്റെ കരങ്ങളാണ് ഇവയെ നിയന്ത്രിക്കുന്നത്. ആ കരങ്ങൾ നമുക്കായി പ്രവർത്തിക്കുന്നു എന്ന് പൂർണ്ണമായി വിശ്വസിക്കാം. ലോക സംഭവങ്ങൾ നമ്മെ ആത്യന്തിക വിജയത്തിലേക്ക് ആനയിക്കുന്നവകൾ ആണെന്ന് സമാശ്വസിക്കുക. ഈ പ്രത്യാശയും ആശ്വാസവും സന്തോഷവും പ്രിയ സ്നേഹിത നിങ്ങൾക്കുണ്ടോ? തുടർന്ന് മുദ്രകൾ പൊട്ടിക്കുന്നതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ ഓരോന്നായി നമുക്ക് പരിശോധിക്കാം. 6 അധ്യായത്തിൽ 6 മുദ്രകളാണ് കുഞ്ഞാട് പൊട്ടിക്കുന്നത്. ആദ്യത്തെ 4 മുദ്രകൾ പൊട്ടിക്കുന്നതും തുടർന്ന് 2 മുദ്രകൾ പൊട്ടിക്കുന്നതും തമ്മിൽ പല വ്യത്യാസങ്ങൾ കാണുന്നുണ്ട്. ആദ്യത്തെ 4 മുദ്രകൾ പൊട്ടിക്കുമ്പോൾ സിംഹാസനത്തിലെ 4 ജീവികളും വരിക എന്ന് ഇടിമുഴക്കം പോലെ പറയുന്നത് യോഹന്നാൻ കേൾക്കുന്നു. 4 കുതിരകളും അതിന്മേലിരിക്കുന്നവരും കാണപ്പെടുന്നു. കുതിരകൾ വ്യത്യസ്ത നിറം ഉള്ളവകളാണ്. കുഞ്ഞാട് മുദ്രകൾ ഓരോന്നായി പൊട്ടിക്കുന്നു. അതേസമയം ജീവികൾ വരിക എന്നും പറയുന്നു.
കുതിരകൾ പ്രത്യക്ഷപ്പെടുന്നു. അതിന്മേൽ ഇരിക്കുന്നവർക്ക് ഓരോരോ നിർദ്ദേശങ്ങൾ ലഭിക്കുന്നതനുസരിച്ച് അവർ പുറപ്പെടുന്നു. ഭൂമിയിലെങ്ങും നടക്കുന്ന സംഭവങ്ങളുടെ ഒരു സംക്ഷിപ്ത വിവരണവും ഇവിടെ കാണുന്നുണ്ട്. 4 ജീവികളെക്കുറിച്ച് നാം പഠിച്ചപ്പോൾ അവ ദൈവസന്നിധിയിൽ നിന്ന് കൊണ്ട് അവന് മഹത്വം കൊടുക്കുകയും അതോടൊപ്പം ദൈവത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ച് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നതായി നാം കണ്ടു. ഈ ജീവികളാണ് വരിക എന്ന് പറയുന്നത്. അപ്പോഴാണ് കുതിരകൾ ഭൂമിയിലേക്ക് പുറപ്പെടുന്നത്. സെക്കരിയ പ്രവചനത്തിൽ ഏകദേശം ഇതുപോലെയുള്ള ഒരു ചിത്രമുണ്ട്. പ്രവാചകൻ 4 രഥങ്ങളും അവയിൽ പൂട്ടിയിരിക്കുന്ന വ്യത്യസ്ത നിറങ്ങളുള്ള 4 കുതിരകളെയും കാണുന്നു. ഇത് എന്താകുന്നു എന്ന് പ്രവാചകൻ ചോദിക്കുമ്പോൾ കാണിച്ചു കൊടുക്കുന്ന ദൂതൻ പറയുന്നത് ശ്രദ്ധിക്കാവുന്നതാണ്. ഇതാ സർവ്വഭൂമിയുടെയും കർത്താവിൻ്റെ സന്നിധിയിൽ നിന്നിട്ട് പുറപ്പെടുന്ന ആകാശത്തിലെ 4 കാറ്റ് ആകുന്നു. ഭൂമിയിൽ അവ ഊടാടി സഞ്ചരിക്കുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കുതിരകളും രഥങ്ങളും കാറ്റ് ആകുന്നു എന്ന വ്യാഖ്യാനം രസമുള്ളതായി തോന്നാം. പക്ഷേ ദൈവത്തിൻ്റെ കോപത്തെ ശമിപ്പിക്കുന്ന ശുശ്രൂഷയാണ് അവ ചെയ്തത് എന്ന് പറയുന്നുണ്ട്. വെളിപ്പാട് പുസ്തകത്തിലെ കുതിരകളും ഏറെക്കുറെ അതുതന്നെയാണ് സാധിപ്പിക്കുന്നത്. 7-ാം അധ്യായത്തിൽ ഭൂമിയുടെ 4 കോണിലും 4 ദൂതന്മാർ 4 കാറ്റ് പിടിച്ചുകൊണ്ട് നിൽക്കുന്നതായി ഒരു ദൃശ്യമുണ്ട്. ഭൂമിക്കും സമുദ്രത്തിനും കേടുവരുത്തുവാൻ ഈ 4 ദൂതന്മാർക്ക് അധികാരം ലഭിച്ചിട്ടുണ്ടെന്ന് കാണുന്നു. 9-ാം അധ്യായത്തിൽ 6-ാമത്തെ കാഹളം ഊതുമ്പോൾ 4 ദൂതന്മാർ ബന്ധിച്ചിരിക്കുന്ന ഒരു കാഴ്ച വിവരിക്കുന്നുണ്ട്. മനുഷ്യരിൽ 1/3 കൊല്ലുവാൻ ഇന്ന ആണ്ട്, മാസം, ദിവസം, നാഴികയ്ക്ക് ഒരുങ്ങിയിരിക്കുന്നവർ ആണത്രേ ഈ 4 ദൂതന്മാർ. ഇതിൽ നിന്നെല്ലാം ഒരു സത്യം വെളിപ്പെടുന്നു. ഭൂമിയിൽ ആസകലം ദൈവത്തിൻ്റെ കോപവും ന്യായവിധിയും വിവിധ നിലകളിൽ വെളിപ്പെടത്തക്കവണ്ണം കാര്യങ്ങൾ ക്രമീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ സമയവും ക്ലിപ്തപ്പെടുത്തിയിട്ടുണ്ട്. കുഞ്ഞാടിൻ്റെ കരങ്ങൾ മുദ്രകൾ പൊട്ടിക്കുമ്പോൾ അവ കൃത്യമായി സംഭവിക്കുന്നു. 4 മുദ്രകൾ ഓരോന്നും പൊട്ടിക്കുമ്പോൾ പുറപ്പെടുന്ന കുതിരകളെയും അതിന്മേൽ ഇരിക്കുന്നവരെയും ശ്രദ്ധിച്ചാൽ ഭൂമിയിൽ എങ്ങും ഓരോരോ സമയത്ത് ഉണ്ടാകുന്ന സംഭവങ്ങൾക്ക് ഇവ കാരണമായിത്തീരുന്നു എന്ന് മനസ്സിലാക്കാം. ഓരോന്നായി നോക്കുക. 1-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ഒരു വെള്ളക്കുതിരയെ കണ്ടു. അതിന്മേൽ ഇരിക്കുന്നവൻ്റെ കയ്യിൽ ഒരു വില്ലുണ്ട്. അവന് ഒരു കിരീടവും ലഭിച്ചു. അവൻ ജയിക്കുന്നവനായും ജയിപ്പാനായും പുറപ്പെട്ടു. ജീവികളിൽ ഒന്നിൻ്റെ ആഹ്വാനം അനുസരിച്ച് പുറപ്പെട്ടു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എവിടേക്ക്, എത്ര കാലം എന്ന് പറഞ്ഞിട്ടില്ല. ജയിപ്പാനായും ജയിക്കുന്നവനായും പുറപ്പെട്ടു എന്ന് കാണുന്നു. ഈ കുതിരയും അതിന്മേൽ ഇരിക്കുന്നവനും എന്തിനെ സൂചിപ്പിക്കുന്നു എന്നുള്ളതിൽ വളരെയധികം വ്യാഖ്യാനങ്ങൾ ഇതിനകമുണ്ടായിട്ടുണ്ട്. അന്ത്യക്രിസ്തുവാണെന്ന് ചിലർ പറയുന്നു. അല്ല, ക്രിസ്തുവാണെന്ന് ചിലർ വാദിക്കുന്നു. സുവിശേഷത്തിൻ്റെ പ്രചരണമാണിത് കാണിക്കുന്നതെന്ന് ചിലർ വിശദീകരിക്കുന്നു. ചില ക്രിസ്തീയ സംഘടനകൾക്ക് നേതൃത്വം കൊടുക്കുന്ന ചിലർ ഈ അടുത്ത കാലത്ത് അവരാണ് ഈ കുതിരയും അതിന്മേൽ ഇരിക്കുന്നതും എന്ന് അവകാശപ്പെടുന്നതായി കേൾക്കുവാനിടയായി. ക്രിസ്തുവിനെ എതിരേൽപ്പാൻ സഭയെ അവർ ഒരുക്കുകയാണ് പോലും. ഈ വിധ വ്യാഖ്യാനങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് വാദിക്കുവാൻ ബന്ധപ്പെടാതെ ആ ഭാഗത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മറ്റു വേദഭാഗങ്ങളുമായി താരതമ്യപ്പെടുത്തി ഒരു പരിശോധന നടത്തുന്നതായിരിക്കും നല്ലത്. വെള്ളക്കുതിരപ്പുറത്താണ് ഒരുവനിരിക്കുന്നത്. അവൻ്റെ കയ്യിൽ വില്ലുണ്ട്, തലയിൽ കിരീടവുമുണ്ട്. അവൻ ജയിക്കുന്നവനാണ്. ജയിപ്പാനായിട്ടാണ് അവൻ പുറപ്പെടുന്നത്. ഭൂമിയിലെങ്ങും അവൻ സഞ്ചരിക്കുന്നുണ്ട്. വെള്ള നിറം സമാധാനത്തിൻ്റെ ഒരു ചിഹ്നമായിട്ടാണ് നാം ചിന്തിക്കാറുള്ളത്. കിരീടം ഭരണത്തെയും അധികാരത്തെയും സൂചിപ്പിക്കുന്നുണ്ടല്ലോ. ഏതു കാലത്തും ഭരണകൂടങ്ങൾ സമാധാനമുണ്ടാക്കുവാനാണല്ലോ അധികാരത്തിൽ വരുന്നത്. അവൻ്റെ കയ്യിൽ കാണുന്ന വില്ല് യുദ്ധത്തെയാണ് സൂചിപ്പിക്കുന്നത്. പഴയ നിയമത്തിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ചില ഭാഗങ്ങൾ ഇക്കാര്യത്തിൽ വെളിച്ചം വീശുന്നവയാണ്. ഇസ്രായേലിൻ്റെ വില്ല് ദൈവം ഒടിച്ചു കളയുമെന്ന് പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ വില്ലിനെക്കുറിച്ച് ഹബക്കൂക്ക് പാടുന്നുണ്ട്. അത് വചനത്തിൻ്റെ ദണ്ഡനങ്ങളാണ് എന്ന് സൂചിപ്പിക്കുന്നുമുണ്ട്. ബാബേലിനോട് ദൈവം പ്രതികാരം നടത്തുന്നതിനെക്കുറിച്ച് പറയുമ്പോൾ അവരുടെ വില്ല് എല്ലാം ഒടിഞ്ഞുപോയി എന്ന് പറയുന്നുണ്ട്. ഭൂമിയുടെ അറ്റം വരെ യുദ്ധങ്ങളെ ദൈവം നിർത്തൽ ചെയ്യുന്നതിനെക്കുറിച്ച് സങ്കീർത്തനകാരൻ പാടുമ്പോൾ അവൻ വില്ലൊടിച്ചു, കുന്തം മുറിച്ചു, രഥങ്ങളെ തീയിലിട്ട് ചുട്ടുകളയുന്നു എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഗോഗിനെക്കുറിച്ചുള്ള പ്രവചനങ്ങളിൽ യഹോവ യെഹെസ്കേൽ മുഖാന്തരം അരുളി ചെയ്യുന്നത് കേൾക്കുക. നിന്റെ ഇടം കൈയിൽ നിന്ന് ഞാൻ നിന്റെ വില്ല് തെറിപ്പിച്ച് വലം കൈയിൽ നിന്ന് നിന്റെ അമ്പ് വീഴും. ഈ ഭാഗങ്ങളിലെല്ലാം തന്നെ വില്ല് യുദ്ധത്തിൽ ഉപയോഗിക്കുന്ന ഒരു ആയുധമായിട്ടാണ് കാണപ്പെടുന്നത്. റോമാ സാമ്രാജ്യം നിലവിലുണ്ടായിരുന്ന കാലത്ത് പാർത്തിയൻസ് എന്നൊരു കൂട്ടർ അമ്പും വില്ലും ഉപയോഗിച്ച് യുദ്ധം ചെയ്യുന്നവരായിട്ട് ഉണ്ടായിരുന്നു.
ഇന്നത്തെ ഇറാൻ രാജ്യത്തായിരുന്നു അവർ എന്ന് പറയപ്പെടുന്നു. സമാധാനത്തിൻ്റെ പേരിൽ ഭരണകൂടങ്ങൾ കുന്നുകൂട്ടുന്ന മാരകായുധങ്ങൾ, അവയാലുള്ള ജൈവമൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു ചിത്രം ഈ വെള്ളക്കുതിരയും അതിന്മേലിരിക്കുന്നവനും നമുക്ക് നൽകുന്നില്ലേ? ഏതു കാലത്തും സമാധാനത്തിൻ്റെ വേഷം ധരിച്ചുകൊണ്ട് ഇവയൊക്കെ നടന്നിട്ടുണ്ട്. നൂറ്റാണ്ടുകൾ കഴിയുന്തോറും അവ വർദ്ധിച്ചുകൊണ്ടുമാണ് ഇരിക്കുന്നത്. ഈ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഈ ആയുധ ശേഖരണം വർദ്ധിച്ചുകൊണ്ടല്ലേ വരുന്നത്? അന്ന് വില്ലുകളായിരുന്നു എങ്കിൽ ഇന്ന് അണുവായുധങ്ങളാണ് ഉപയോഗിക്കപ്പെടുന്നത്. വിനാശകരമായ ഈ മാരകായുധങ്ങൾ കയ്യിലേന്തിക്കൊണ്ട് വെള്ളക്കുതിരപ്പുറത്തിരിക്കുന്ന ജയാളികളായ ഭരണകർത്താക്കൾ ഇന്നും പ്രഘോഷിക്കുന്നത് സമാധാനം സമാധാനം എന്നല്ലേ? 1-ാം മുദ്ര പൊട്ടിക്കുന്നത് മുതൽ 7-ാം മുദ്ര പൊട്ടിക്കുന്നത് വരെയുള്ള കാലയളവിൽ വെള്ളക്കുതിരയുടെ പുറപ്പാട് എവിടം വരെ എത്തി എന്ന് ചിന്തിച്ചു നോക്കുക. എന്നാൽ അവയെല്ലാം പരാജയപ്പെടുന്ന ഒരു ദിവസം വരുന്നുണ്ട്. അതിൻ്റെ പാരമ്യമാണ് 19-ാം അധ്യായത്തിൽ നാം കാണുന്നത്. ഭൂരാജാക്കന്മാരും അവരുടെ സൈന്യവും കുഞ്ഞാടിനോട് യുദ്ധം പ്രഖ്യാപിക്കുന്ന ഒരു ദിവസമുണ്ട്. കുഞ്ഞാട് അവരെ ജയിക്കും. 20-ാം അധ്യായത്തിൽ അവസാനമായി യുദ്ധം നടക്കുന്നതായി കാണുന്നുണ്ട്. ഭൂമിയിലെ 4 ദിക്കുകളിലുമുള്ള സകല ജാതികളും ഭൂമിയിൽ പരക്കെ ചെന്ന് വിശുദ്ധന്മാരുടെ പാളയത്തെയും പ്രിയ നഗരത്തെയും വളയും. എന്നാൽ ആകാശത്തു നിന്നും തീയിറങ്ങി അവരെ ദഹിപ്പിച്ചു കളയുമെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ അന്ത്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 1-ാം മുദ്ര പൊട്ടിക്കുമ്പോൾ പുറപ്പെടുന്ന വെള്ളക്കുതിരയും അതിന്മേൽ വില്ലും കിരീടവുമായിരിക്കുന്നവനും ഭൂമിയിലെ യുദ്ധസന്നാഹങ്ങളുടെ ഒരു ചിത്രമാണ് നമുക്ക് നൽകുന്നത്. അതിൻ്റെ പുരോഗതിയും ഭൂമിയുടെ മേൽ ചൊരിയുവാനുള്ള ദൈവത്തിൻ്റെ ന്യായവിധിക്കായി അത് ദൈവം ഉപയോഗിക്കുകയും ചെയ്യുമെന്ന് ചിന്തിക്കാവുന്നതാണ്. ആദ്യത്തെ 4 മുദ്രകൾ പൊട്ടിക്കുമ്പോൾ പുറപ്പെടുന്ന 4 കുതിരകളും ലോകചരിത്രത്തിൽ ഈ ഭൂമിയിൽ നൂറ്റാണ്ടുകളായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന 4 വ്യത്യസ്ത കാര്യങ്ങളുടെ ചിത്രമാണ് നമുക്ക് നൽകുന്നത്. അതിൽ ആദ്യത്തേതാണ് നാം ഇപ്പോൾ ചിന്തിച്ചത്. തുടർന്ന് വരുന്ന 3 കുതിരകളെയും അവയുടെ മേലുള്ളവരെയും കുറിച്ച് വരുന്ന പാഠങ്ങളിൽ ചിന്തിക്കാം. നമ്മുടെ കർത്താവായ അറുക്കപ്പെട്ട കുഞ്ഞാടാണ് ഈ സംഭവങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് എന്ന പരിജ്ഞാനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതാണ്. സമാധാനത്തിനായി എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് ഭൂമിയിലെ ഭരണകൂടങ്ങൾ അഭ്യസിപ്പിക്കുന്ന പട്ടാളവും കുന്നുകൂടുന്ന മാരകായുധങ്ങളും ഈ ഭൂമിയുടെ നാശത്തിനായി പരിണമിക്കുന്നു എന്ന സത്യം മനസ്സിലാക്കിയാൽ അതിൻ്റെ മധ്യത്തിൽ ജീവിക്കുന്ന നമ്മുടെ കർത്താവിൻ്റെ രക്തത്താൽ ലഭിച്ച പാപമോചനവും നിത്യജീവനും വീണ്ടെടുപ്പും എത്ര വിലയേറിയതാണെന്ന് ബോധ്യമാകും. കർത്താവിനോട് നന്ദിയുള്ളവരായി ജീവിക്കുകയും ചെയ്യാം. കുഞ്ഞാടിൻ്റെ കാന്ത ശോഭ പരിപൂർണയായി നിൽക്കുന്ന കാഴ്ച നമുക്കുണ്ടാകട്ടെ. അവൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവം നമ്മെ അവരെയും സത്യത്തിനു വേണ്ടി നിൽക്കുവാൻ സഹായിക്കുമാറാകട്ടെ. തുടർന്ന് 2-ാം മുദ്ര പൊട്ടിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കാം. 6-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങൾ വരിക എന്ന് 2-ാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ചുവന്നതായ മറ്റൊരു കുതിര പുറപ്പെട്ടു. അതിൻ്റെ പുറത്തിരിക്കുന്നവന് മനുഷ്യർ അന്യോന്യം കൊല്ലുവാൻ തക്കവണ്ണം ഭൂമിയിൽ നിന്നും സമാധാനം എടുത്തു കളയുവാൻ അധികാരം ലഭിച്ചു. ഒരു വലിയ വാളും അവന് കിട്ടി. ചുവന്ന കുതിരപ്പുറത്ത് ഇരിക്കുന്നവന് അധികാരം ലഭിച്ചു. ആരാണ് ഈ അധികാരം കൊടുത്തത്? സകല അധികാരവുമുള്ള കുഞ്ഞാട് എന്നാണ് ഉത്തരം. എന്താണ് അധികാരം? സമാധാനം എടുത്തു കളയുക. തന്മൂലം മനുഷ്യർ അന്യോന്യം കൊല്ലുക. ഒരു വലിയ വാളും അവന് കിട്ടിയത്രേ. അവൻ്റെ അധികാരം നടത്തുവാൻ വാളും ഉപയോഗിക്കാം. ഭൂമിയിലുള്ള സമാധാനം എടുത്തു കളയുന്ന അനുഭവം എത്ര ഭയങ്കരമാണെന്ന് ചിന്തിച്ചു നോക്കുക. സമാധാനമുണ്ടാകുവാനാണ് മനുഷ്യൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ അത് എടുത്തു കളയുവാൻ ദൈവം അനുവദിക്കുന്നു. മനുഷ്യർ അന്യോന്യം കൊല്ലുവാൻ ഇടയാകുന്നു. മനുഷ്യൻ്റെ രക്തം ചിന്തപ്പെടുന്നു. മനുഷ്യന് ഉണ്ടായ നാൾ മുതൽ അത് ആരംഭിച്ചതാണ്. അത് കുറയുകയില്ല, കൂടുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭൂമിയിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രമല്ല ഈ പ്രവണത കാണുന്നത്. മനുഷ്യർ ഉള്ളിടത്തോളം ഈ വൈരാഗ്യവും വിദ്വേഷവും ഉണ്ട്. അന്യോന്യം കൊല്ലുന്നത് കൊണ്ടല്ലേ സമാധാനമില്ലാതാവുന്നത്? അങ്ങനെ സമാധാനം ഇല്ലായ്മ ഇരട്ടിയായിത്തീരുന്നു. നൂറ്റാണ്ടുകളിലെ മാനവരാശിയുടെ ചിത്രം ഈ സത്യത്തെ ഉറക്കെ പറയുവാൻ തക്കവണ്ണം തെളിവുകൾ തരുന്നില്ലേ? ഏതെങ്കിലും ഒരു കാലയളവിൽ മാത്രം കാര്യമല്ലല്ലോ ഇത്. ഏതു കാലത്തും മനുഷ്യർ അന്യോന്യം കൊന്നിട്ടുണ്ട്. ഇക്കാലത്ത് അത് വർദ്ധിച്ചിട്ടുമുണ്ട്. മുൻകാലങ്ങളേക്കാൾ കൂടുതൽ മനുഷ്യരുടെ വിദ്വേഷം വർദ്ധിക്കുന്ന അനുഭവം എത്ര വ്യക്തമായി കാണാം. കർത്താവിൻ്റെ ഒലിവുമല പ്രഭാഷണത്തിൽ ഇക്കാര്യം പറയുന്നുണ്ട്. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും. പലരും ഇടറി അന്യോന്യം ഏൽപ്പിച്ചു കൊടുക്കുകയും അന്യോന്യം പകയ്ക്കുകയും ചെയ്യും. 1-ാം നൂറ്റാണ്ടിൽ കർത്താവ് അത് പറഞ്ഞെങ്കിൽ 20-ാം നൂറ്റാണ്ടിൽ അത് എത്രയോ സത്യമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. മനുഷ്യരുടെയിൽ സമാധാനമില്ല.
അവൻ്റെ ഹൃദയത്തിൽ ശാശ്വത സമാധാനം ഉണ്ടാകുമ്പോൾ മാത്രമേ മനുഷ്യനെ അന്യോന്യം സ്നേഹിക്കുവാൻ സാധിക്കുകയുള്ളൂ. ദൈവവുമായുള്ള ബന്ധം അകന്നു പോകുന്നതിനനുസരിച്ച് മനുഷ്യന് അന്യോന്യമുള്ള ബന്ധവും ഇല്ലാതായിത്തീരുന്നു. അങ്ങനെയാണ് അന്യോന്യം കൊല്ലുന്ന സ്വഭാവം ഉള്ളവനായി മനുഷ്യർ തീരുന്നത്. ചുവന്ന കുതിരപ്പുറത്ത് പുറപ്പെടുന്നവൻ്റെ അധികാരം ഇന്ന് ഭൂമിയിലെങ്ങും നടന്നുകൊണ്ടിരിക്കുന്നു. മനുഷ്യൻ്റെ രക്തം കുടിച്ച ഈ ഭൂമിയിൽ ദൈവം തൻ്റെ ന്യായവിധികൾ ചൊരിയുവാൻ സമയമായിക്കൊണ്ടിരിക്കുകയാണ്. സമാധാന പ്രഭു വന്ന് ഭൂമിയിൽ സമാധാനം സ്ഥാപിക്കുന്നതുവരെ അത് തുടരുകയും ചെയ്യും. ഒന്നാം മുദ്ര പൊട്ടിക്കുമ്പോൾ സംഭവിക്കുന്നത് ഭരണകൂടങ്ങളോടും യുദ്ധായുധങ്ങളോടും പട്ടാള ചിട്ടകളോടുമാണ് ബന്ധപ്പെട്ടിട്ടുള്ളതെങ്കിൽ, രണ്ടാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ സംഭവിക്കുന്നത് മനുഷ്യർ തമ്മിലുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങളാണ്. മൂന്നാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ സംഭവിക്കുന്നത് ഭൂമിയിലുള്ള വേറൊരു മണ്ഡലത്തോട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. 6-ാം അധ്യായത്തിൻ്റെ 5-6 വാക്യങ്ങൾ നോക്കുക. അവിടെ ഒരു കറുത്ത കുതിരയാണ് കാണപ്പെടുന്നത്. അതിന്മേൽ ഇരിക്കുന്നവൻ്റെ കയ്യിൽ ഒരു തുലാസുണ്ട്. ഒരു പണത്തിന് ഒരിടങ്ങഴി ഗോതമ്പ്, ഒരു പണത്തിന് 3 അടങ്ങഴി യവം, എന്നാൽ എണ്ണയ്ക്കും വീഞ്ഞിനും കേടുവരുത്തരുത് എന്ന് 4 ജീവികളുടെയും നടുവിൽ നിന്ന് ഒരു ശബ്ദം ഞാൻ കേട്ടു എന്ന് യോഹന്നാൻ രേഖപ്പെടുത്തുന്നു. ഭൂമിയിലെ ബിസിനസ് ലോകത്തോടാണ് ഇത് ബന്ധപ്പെട്ടിട്ടുള്ളത്. ക്രയവിക്രയ കാര്യങ്ങളിലുള്ള ക്രമീകരണങ്ങൾ, തുലാസും സാധനങ്ങളുടെ വിലയുമൊക്കെ അതാണല്ലോ കാണിക്കുന്നത്. ധാന്യം, വീഞ്ഞ്, എണ്ണ, ഈ 3 കാര്യങ്ങളും മനുഷ്യന് അത്യാവശ്യമുള്ള കാര്യങ്ങളായി പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ കൊടുക്കുമ്പോൾ ഇവ 3ഉം പ്രത്യേകം എടുത്തു പറയുന്നുമുണ്ട്. ദൈവത്തിൻ്റെ ശിക്ഷയെക്കുറിച്ച് പറയുമ്പോഴും ഇവ 3ഉം എടുത്തു പറയുന്നുണ്ട്. എന്നാൽ 3-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ സംഭവിക്കുന്നതായി രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഇവയുടെ ക്രയവിക്രയത്തിന് ഒരു ഏകീകരണം ഉണ്ടാകുകയാണ്. ധാന്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവയുടെ വില നിലവാരം സ്ഥിരപ്പെടുത്തുകയാണ്. കുതിരപ്പുറത്തിരിക്കുന്നവൻ്റെ കയ്യിലുള്ള തുലാസ് അത് കൈകാര്യം ചെയ്യുന്ന വിധം സൂചിപ്പിക്കുന്നു. വില നിലവാരം നിർണ്ണയിക്കുന്നത് 4 ജീവികളുടെയും നടുവിൽ നിന്നും പുറപ്പെടുന്ന ശബ്ദത്തിൻ്റെ ഉടമയാണ്. അത് കുഞ്ഞാടാണ് എന്ന് വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 6-ൽ നാം കണ്ടതാണല്ലോ. എണ്ണയ്ക്കും വീഞ്ഞിനും കേടുവരുത്തരുത് എന്നാണ് അനുശാസനം. ലോകത്തിലെ വ്യവസായ രംഗങ്ങളാണ് ഒരളവിൽ മനുഷ്യൻ്റെ സാമ്പത്തിക വ്യവസ്ഥയെ നിയന്ത്രിക്കുന്നത്. ധാന്യം, വീഞ്ഞ്, എണ്ണ എന്നിവ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതും ക്രയവിക്രയം ചെയ്യുന്നതും മനുഷ്യജീവിതത്തെ കാര്യമായി ബാധിക്കുന്നുണ്ടല്ലോ. മനുഷ്യൻ്റെ ചരിത്രം ഇവയുടെ ഉൽപ്പാദനവും വിതരണവും ഏതു നിലയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് കാണിക്കുന്നുണ്ട്. ഒരു ക്രമീകൃതമായ ക്രയവിക്രയം ഇക്കാര്യങ്ങൾ ഉണ്ടായിട്ടില്ല. ഇവിടെ പറയുന്ന വിലനിർണ്ണയം ശ്രദ്ധിച്ചാൽ വളരെ ആശ്ചര്യം തോന്നാം. ഒരു പണത്തിന് ഒരിടങ്ങഴി ഗോതമ്പ് എന്ന് വെച്ചാൽ മനുഷ്യൻ്റെ ഒരു ദിവസത്തെ കൂലിയാണ് അത്. ഒരിടങ്ങഴി ഗോതമ്പ് കൊണ്ട് ഒരു കുടുംബം കഴിയുക എന്നത് എത്ര പ്രയാസമാണ്. സാധനങ്ങളുടെ വില കൂടുതൽ എന്നത് ഭൂമിയിലെ വ്യവസ്ഥിതികൾക്ക് നിയന്ത്രിക്കുവാൻ സാധിക്കാത്തൊരു കാര്യമാണ് എന്ന് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞു. മൊത്തത്തിൽ പറഞ്ഞാൽ മനുഷ്യവർഗം നേരിടേണ്ടി വരുന്ന ഭയങ്കരമായ ക്ഷാമത്തിലേക്കും കാര്യത്തിലേക്കും ഈ കാര്യങ്ങൾ വിരൽ ചൂണ്ടുന്നുണ്ട്. അതോടൊപ്പം വ്യവസായ രംഗങ്ങളിൽ ഒരു അഖില ലോക ഏകീകരണത്തിൻ്റെ ചരിത്രവും വരച്ചു കാണിക്കുന്നുണ്ട്. ഇന്നത്തെ ലോകഗതി അതിലേക്ക് മനുഷ്യവർഗത്തെ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഒരു കാര്യം വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവയെല്ലാം അറുക്കപ്പെട്ട കുഞ്ഞാടാണ് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. വിലക്കൂടുതലും കുറവുകളും, എണ്ണ, വീഞ്ഞ് മുതലായവയുടെ സംഭരണവും കേടുവരാതെ സൂക്ഷിക്കുന്നതുമെല്ലാം മനുഷ്യൻ ചെയ്യുമ്പോൾ തന്നെ അവയെ കുഞ്ഞാട് നിയന്ത്രിക്കുന്നു എന്ന കാര്യം ദൈവമക്കൾക്ക് ആശ്വാസം തരുന്ന കാര്യങ്ങളാണ്. 4-ാമത്തെ മുദ്ര പൊട്ടിക്കുന്നത് നോക്കുക. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 7-8 വാക്യങ്ങൾ അതിലാണ് അത് പറഞ്ഞിരിക്കുന്നത്. മഞ്ഞക്കുതിര, മരണം അതിന്മേൽ ഇരിക്കുന്നു, പാതാളം അവനെ പിന്തുടർന്നു. അവർക്ക് വാളുകൊണ്ടും ക്ഷാമം കൊണ്ടും മഹാവ്യാധി കൊണ്ടും ഭൂമിയിലെ കാട്ടുമൃഗങ്ങളെ കൊണ്ടും കൊന്നുകളവാൻ ഭൂമിയുടെ കാലംശത്തിന്മേൽ അധികാരം ലഭിച്ചു. ദൈവത്തിൻ്റെ ന്യായവിധികൾ അതാത് കാലങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കൂടുതൽ രൂക്ഷമായിത്തീരുന്ന ചിത്രമാണ് ഈ ഭാഗത്ത് നാം കാണുന്നത്. വിവിധ നിലകളിൽ മനുഷ്യർ മരിക്കുവാനിടയാകുന്നു. സാധാരണഗതിയിലുള്ള മരണമല്ല ഇവിടെ കാണുന്നത്. വാളുകൊണ്ടും ക്ഷാമം കൊണ്ടും കാട്ടുമൃഗങ്ങളെ കൊണ്ടും മഹാവ്യാധികളെ കൊണ്ടും ഭൂമിയിൽ 4-1 മരിക്കത്തക്കവണ്ണം പാതാളത്തിനും മരണത്തിനും അധികാരം കൊടുക്കുന്നതായിട്ടാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത്. ലേവ്യപുസ്തകം 26-ാം അധ്യായത്തിൽ ദൈവത്തിന് വിരോധമായി നടന്ന് അവൻ്റെ വാക്ക് കേൾക്കാതിരുന്നാൽ വരുന്ന ശിക്ഷകളെക്കുറിച്ച് പറയുന്നുണ്ട്. 4 വിധത്തിലുള്ള ശിക്ഷയാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. 4-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ സംഭവിക്കുന്നതായി രേഖപ്പെടുത്തിയിട്ടുള്ളതുമായി ഇത് താരതമ്യപ്പെടുത്താവുന്നതാണ്. മനുഷ്യൻ ദൈവത്തിന് വിരോധമായി നടക്കുകയും ദൈവവചനം കേട്ടത് അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നത് ഏത് കാലത്തും കാണുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ശിക്ഷകൾ ഓരോരോ കാലങ്ങളിൽ ദൈവം നടത്തിയിട്ടുമുണ്ടല്ലോ. 2ഉം 3ഉം മുദ്രകൾ പൊട്ടിക്കുമ്പോൾ വാളും ക്ഷാമവും കാണുന്നുണ്ട്. 4-ാം മുദ്ര പൊട്ടിക്കുമ്പോൾ അവയ്ക്ക് ശക്തി കൂടുകയും കൂടെ
മഹാവ്യാധിയും കാട്ടുമൃഗങ്ങൾ മൂലമുള്ള മരണവും കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നു. യെഹെസ്കേൽ പ്രവചനം 14 അധ്യായത്തിൽ ദൈവം അരുളി ചെയ്യുന്നതും ഇതോട് ബന്ധപ്പെടുത്താവുന്നതാണ്. ഞാൻ യെരൂശലേമിൽ നിന്നോ മനുഷ്യരെയും മൃഗങ്ങളെയും ഛേദിച്ചു കളയേണ്ടതിന് വാൾ, ക്ഷാമം, ദുഷ്ടമൃഗം, മഹാമാരി എന്നിങ്ങനെ അനർത്ഥകരമായ ന്യായവിധികൾ 4 കൂടെ അയച്ചാലോ? 4 ന്യായവിധികൾ ഒരുമിച്ച് വരുത്തുന്ന കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. അതിൻ്റെ ഫലം എന്തായിരിക്കും എന്ന് അടുത്ത വാക്യത്തിൽ പറയുന്നുണ്ട്. യെഹെസ്കേൽ പ്രവചനം 14 അധ്യായത്തിൻ്റെ 22 നോക്കുക. ഒരു രക്ഷിതഗണം അതിൽ ശേഷിച്ചിരിക്കും. നിങ്ങൾ അവരുടെ നടപ്പും പ്രവൃത്തികളും കണ്ട് ആശ്വാസം പ്രാപിക്കും. ദൈവത്തിൻ്റെ ന്യായവിധികൾ മൂലമുള്ള അനർത്ഥങ്ങൾ ഒരു കൂട്ടത്തിന് ആശ്വാസമായിരിക്കും അത്രേ. അത്ഭുതമായി തോന്നാം, പക്ഷേ അതാണ് സത്യം. 4 മുദ്രകൾ കുഞ്ഞാട് പൊട്ടിക്കുമ്പോൾ പുറപ്പെട്ടു വരുന്ന 4 കുതിരകളും അവയുടെ മേൽ ഇരിക്കുന്നവരും അതുമൂലം ഉണ്ടാകുന്ന ദൈവത്തിൻ്റെ ന്യായവിധികളും ഭൂമിമേൽ വരുന്നതുമായ കാര്യങ്ങളാണല്ലോ നാം ചിന്തിച്ചത്. ഇവയെല്ലാം ഏതെങ്കിലും ഒരു പ്രത്യേക കാലഘട്ടത്തിൽ മാത്രം സംഭവിക്കുന്നതായിട്ടല്ല കാണുന്നത്. കാലങ്ങൾ കഴിയുന്തോറും അവയുടെ ശക്തി കൂടിക്കൊണ്ടിരിക്കുന്നതായി കാണുന്നു. ചരിത്രത്തിൻ്റെ അന്ത്യകാലത്തേക്ക് ലോകം എത്തുന്നതോടൊപ്പം ഇവയുടെ ആക്കവും കൂടിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തെക്കുറിച്ച് അറിഞ്ഞിട്ടും അവനെ അനുസരിച്ച് നടക്കാതെ ദൈവത്തിനെതിരായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന മനുഷ്യവർഗത്തിന്മേൽ നീതിമാനായ ദൈവം അതാത് കാലങ്ങളിൽ കരുണയോടെ അയച്ചുകൊണ്ടിരിക്കുന്ന ശിക്ഷകളും ന്യായവിധികളും അതിൻ്റെ പാരമ്യത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ അത് അറിഞ്ഞ് ദൈവത്തിങ്കിലേക്ക് തിരിയുവാൻ അവൻ ആഗ്രഹിക്കുന്നു. ഇവയെല്ലാം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന അറുക്കപ്പെട്ട കുഞ്ഞാടിനെ തങ്ങളുടെ സങ്കേതവും ആശ്രയവും രക്ഷകനും ഇടയനുമായ വിശ്വാസത്താൽ അംഗീകരിച്ചിട്ടുള്ളവർക്ക് ഈ സംഭവമെല്ലാം കാണുകയും അറിയുകയും ചെയ്യുമ്പോൾ അവരെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നുവല്ലോ എന്ന് ആശ്വസിക്കുവാനും തല ഉയർത്തി അവനായി കാത്തിരിപ്പാനും സാധിക്കും. അത് എത്ര ശ്രേഷ്ഠമായ അനുഭവമാണ് സ്നേഹിതരെ! നിങ്ങൾക്ക് ഈ പ്രത്യാശ ഉണ്ടോ? ഒന്ന് ചിന്തിക്കുവാൻ ഈ സന്ദേശം നിങ്ങളെ സഹായിക്കട്ടെ. തുടർന്ന് 5-ാം മുദ്ര പൊട്ടിക്കുന്നതും അതോട് ബന്ധപ്പെട്ട കാര്യങ്ങളും ചിന്തിക്കാം. 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിലാണ് അത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യത്തെ 4 മുദ്രകൾ പൊട്ടിക്കുമ്പോൾ ഉണ്ടാകുന്ന സംഭവങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒരു ചിത്രമാണ് 5-ാം മുദ്ര പൊട്ടിക്കുമ്പോൾ കാണപ്പെടുന്നത്. ജീവികളുടെ ആഹ്വാനമോ കുതിരകളുടെ പുറപ്പാടോ ഒന്നും ഇവിടെ കാണുന്നില്ല. ദൈവവചനം നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ഹേതുവായും അറുക്കപ്പെട്ടവരുടെ ആത്മാക്കൾ യാഗപീഠത്തിന് കീഴിൽ കാണപ്പെടുന്നു. അവർ ദൈവത്തോട് നിലവിളിക്കുന്നു. അല്പകാലം കൂടെ സ്വസ്ഥമായി പാർക്കണം എന്നും അരുളപ്പാട് ലഭിക്കുന്നു. ഇതാണ് അതിൻ്റെ ചുരുക്കം. അറുക്കപ്പെട്ട കുഞ്ഞാടിനു വേണ്ടി മരണപര്യന്തം വിശ്വസ്തരായി ജീവിച്ചവരാണ് ഈ അറുക്കപ്പെട്ടവർ. അവരുടെ ആത്മാക്കളെയാണ് യാഗപീഠത്തിന് കീഴിൽ കാണപ്പെടുന്നത്. യാഗം അർപ്പിക്കപ്പെടുന്ന മൃഗങ്ങളുടെ രക്തം ഹോമയാഗപീഠത്തിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കളയുന്ന രീതി പണ്ട് ഉണ്ടായിരുന്നു. പൗലോസ് അപ്പോസ്തലൻ തൻ്റെ മരണത്തെക്കുറിച്ച് പാനീയ യാഗമായി ഒഴിക്കപ്പെടുന്നുവെന്ന് പറയുന്നുണ്ട്. അത് സന്തോഷത്തോടെ ചെയ്യുവാൻ പൗലോസ് സന്നദ്ധനായിരുന്നു. ആദ്യ നൂറ്റാണ്ടിലെ അനേകം രക്തസാക്ഷികൾ ഈ അനുഭവമുള്ളവർ ആയിരുന്നു. അവരുടെ കർത്താവിന് വേണ്ടി അവരുടെ ജീവൻ യാഗമായി അർപ്പിക്കുവാൻ അവർ മടി കാണിച്ചില്ല. ദൈവവചന നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ഹേതുവായും അവർ കൊല്ലപ്പെട്ടു. അവരെ കൊല്ലുന്നവർ ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു എന്ന് വിചാരിക്കും എന്ന് കർത്താവ് തന്നെ തൻ്റെ ശിഷ്യന്മാർക്ക് മുന്നറിവ് കൊടുത്തിരുന്നത് ഓർക്കുമല്ലോ. ഏത് കാലത്തും ഉണ്ടായിട്ടുള്ള രക്തസാക്ഷികളുടെ ഒരു കൂട്ടത്തെയാണ് യോഹന്നാൻ ഇവിടെ കാണുന്നത് എന്ന് ചിന്തിക്കാവുന്നതാണ്. യേശുക്രിസ്തുവിൻ്റെ വീണ്ടും വരവിന് ശേഷം കൊല്ലപ്പെടുന്ന യഹൂദന്മാരുടെ ആത്മാക്കളാണ് ഇത് എന്നൊരു വ്യാഖ്യാനമുണ്ട്. അത് അംഗീകരിക്കുവാൻ ഈ ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അനുവദിക്കുന്നില്ല. ദൈവവചന നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ഹേതുവായും അറുക്കപ്പെട്ടവരെന്ന പ്രയോഗം ശ്രദ്ധിക്കുക. യോഹന്നാൻ പത്മോസ് ദ്വീപിലേക്ക് നാടുകടത്തപ്പെട്ടത് ദൈവവചനവും യേശുവിൻ്റെ സാക്ഷ്യവും നിമിത്തമാണെന്ന് യോഹന്നാൻ തന്നെ പറയുന്നുണ്ട്. വെളിപ്പാട് പുസ്തകത്തിൽ ഇതുപോലുള്ള പ്രയോഗം പല പ്രാവശ്യം കാണുന്നുമുണ്ട്. ഈ ഭാഗങ്ങളിലെല്ലാം ദൈവവചനം പ്രമാണിക്കുകയും യേശുവിൻ്റെ സാക്ഷ്യം വഹിക്കുകയും ചെയ്യുന്നവരെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. യഹൂദന്മാർ ദൈവവചനം പ്രമാണിക്കുന്നവരോ യേശുവിൻ്റെ സാക്ഷ്യമുള്ളവരോ ആയിരുന്നില്ലല്ലോ. ആദ്യ നൂറ്റാണ്ടുകളിൽ അവർ യേശുവിനെയും അവൻ്റെ അനുയായികളെയും കൊല്ലുന്നവരുടെ കൂട്ടത്തിലായിരുന്നു. 1-ാം നൂറ്റാണ്ട് മുതൽ ഏത് നൂറ്റാണ്ടുകളിലും യേശുവിൻ്റെ സാക്ഷ്യം ജീവിതത്തിൽ വഹിച്ചതുമൂലം കൊല്ലപ്പെട്ടവർ ഉണ്ടായിട്ടുണ്ട്. ഈ 20-ാം നൂറ്റാണ്ടിലും അത് കാണുന്നുണ്ട്. ദൈവവചനത്തെ മാനിക്കുവാനും യേശുക്രിസ്തുവിനെ സാക്ഷിക്കുവാനും മടിയില്ലാത്തവർ, അതിനുവേണ്ടി മരണം വരിക്കുവാനും സന്നദ്ധതയുള്ളവർ ഏത് കാലത്തും ഉണ്ടായിട്ടുണ്ട്. അവർ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുമുണ്ട്.
അങ്ങനെയുള്ളവരുടെ ആത്മാക്കളെയാണ് 5-ാം മുദ്ര പൊട്ടിക്കുമ്പോൾ യോഹന്നാൻ കാണുന്നത്. 4-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ മരണവും പാതാളവും രംഗത്ത് വന്നു. ദൈവത്തിൻ്റെ ശിക്ഷയും ന്യായവിധിയും മൂലം അനേകർ കൊല്ലപ്പെട്ടു. അങ്ങനെയുള്ളവരിൽ നിന്നും എത്രയും വ്യത്യസ്തമായി കൊല്ലപ്പെട്ടവരെയാണ് 5-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ യോഹന്നാൻ കാണുന്നത്. ഒരു കൂട്ടം ദൈവത്തിൻ്റെ ശിക്ഷയാൽ കൊല്ലപ്പെടും. അവർ ദൈവവചനം അനുസരിക്കാതെ ദൈവത്തിന് വിരോധമായി ജീവിച്ചതിനുള്ള ശിക്ഷയാണ് അനുഭവിക്കുന്നത്. മറ്റൊരു കൂട്ടർ ദൈവവചനം അനുസരിച്ച് ദൈവപുത്രൻ്റെ സാക്ഷ്യം വഹിച്ച് ജീവിച്ചതിനാൽ ദൈവവിരോധികളാൽ കൊല്ലപ്പെടുന്നു. ഇവർ തമ്മിലുള്ള വ്യത്യാസം വളരെ ശ്രദ്ധേയമാണ്. എന്തിനു വേണ്ടി കൊല്ലപ്പെടുന്നു എന്നതിന് പ്രാധാന്യം ഉണ്ടല്ലോ. അറുക്കപ്പെട്ട ആത്മാക്കളുടെ നിലവിളി ശ്രദ്ധിക്കുക. വിശുദ്ധനും സത്യവാനുമായ നാഥ, ഭൂമിയിൽ വസിക്കുന്നവരോട് ഞങ്ങളുടെ രക്തത്തെക്കുറിച്ച് നീ എത്രത്തോളം ന്യായവിധിയും പ്രതികാരവും നടത്താതിരിക്കും എന്ന് അവർ ഉറക്കെ നിലവിളിച്ചു. ഇവിടെ വിശുദ്ധനും സത്യവാനുമായ നാഥ എന്ന സംബോധന നമ്മുടെ കർത്താവിനെയാണെന്നുള്ള കാര്യത്തിൽ സംശയിക്കേണ്ടതില്ല. നാഥ എന്ന പദം ഉടമസ്ഥാവകാശത്തെയാണ് കാണിക്കുന്നത്. അവരുടെ ഉടമസ്ഥൻ വിശുദ്ധനും സത്യവാനുമാണെന്ന് അവർ അംഗീകരിക്കുന്നു. ഈ അംഗീകരണത്തിന് വേണ്ടി അവർ അവരുടെ ജീവന് വെച്ചുകൊടുക്കുവാൻ തയ്യാറായി. അതുകൊണ്ട് അവർക്ക് വേണ്ടി പ്രതികാരം ചെയ്യുവാൻ അവരുടെ ഉടമസ്ഥനാണ് അധികാരം. ഇവിടെ ക്രിസ്തീയത്വത്തിൻ്റെ ഒരു പ്രമാണം കാണാം. പ്രിയമുള്ളവരെ, നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവകോപത്തിന് ഇടം കൊടുപ്പിൻ. പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം ചെയ്യുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. യേശുക്രിസ്തുവിൻ്റെ സാക്ഷികൾ ഈ പ്രമാണം പാലിക്കുവാൻ ആവശ്യമുണ്ടല്ലോ. അറുക്കപ്പെട്ട ആത്മാക്കളുടെ നിലവിളിയിൽ പ്രതികാരം അവരുടെ ഉടമസ്ഥനെ ഏൽപ്പിക്കുകയാണ്. ഇനി അതിന് എത്ര നാൾ താമസമുണ്ട് എന്നാണ് അവർ ചോദിക്കുന്നത്. ദൈവം അവർക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുവാൻ ഇനി എന്ത് താമസമുണ്ട് എന്ന ചോദ്യത്തിൽ 2 കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അവർക്ക് ലഭിച്ച മറുപടിയിൽ അവയുടെ ധ്വനിയും ഉണ്ട്. അവരെപ്പോലെ കൊല്ലപ്പെടുവാനിരിക്കുന്ന സഹഭൃത്യന്മാരും സഹോദരന്മാരും വന്നു തികയുവോളം അല്പകാലം കൂടെ സ്വസ്ഥമായി പാർക്കണം. ഇവിടെ അല്പകാലം കഴിയുമ്പോൾ പ്രതികാര ദിവസം വരുമെന്നുള്ള സൂചനയുണ്ടല്ലോ. ആ അല്പകാലത്തിനിടയിൽ ഇവരെപ്പോലെ അനേകർ കൊല്ലപ്പെടുവാനുണ്ട്. അതും കൂടെ കഴിഞ്ഞതിന് ശേഷമേ പ്രതികാരം നടത്തുകയുള്ളൂ എന്നാണ് അവരുടെ നാഥൻ അരുളി ചെയ്യുന്നത്. ദൈവം നടത്തുവാനുള്ള ഈ ന്യായവിധിയെക്കുറിച്ചും പ്രതികാരത്തെക്കുറിച്ചും പറയുന്ന ഭാഗങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിൽ ദൈവക്രോധം കലശങ്ങളിലാക്കി ഭൂമിയിൽ ഒഴിക്കുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ആ ദൂതൻ 3-ാമത്തെ കലശം ഒഴിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ ദൈവത്തിൻ്റെ ന്യായവിധിയാണെന്ന് വ്യക്തം. അതുകൊണ്ട് ജലപതിയായ ദൂതൻ പറയുന്നത് കേൾക്കുക: നീ ഇങ്ങനെ ന്യായം വിധിച്ചതുകൊണ്ട് നീതിമാനാകുന്നു. വിശുദ്ധന്മാരുടെയും പ്രവാചകന്മാരുടെയും രക്തം അവർ ചിന്തിയതുകൊണ്ട് നീ അവർക്ക് രക്തം കുടിപ്പാൻ കൊടുത്തു. അതിന് അവർ യോഗ്യർ തന്നെ. അതോടൊപ്പം യാഗപീഠവും നിന്റെ ന്യായവിധികൾ സത്യവും നീതിയുമുള്ളവയെന്ന് പറയുന്നത് ഞാൻ കേട്ടു എന്ന് യോഹന്നാൻ രേഖപ്പെടുത്തുന്നു. ഭൂമിയിൽ വസിക്കുന്നവരോട് ഞങ്ങളുടെ രക്തം ചിന്തിയതിനുള്ള ന്യായവിധി എന്ന് നടത്തുമെന്ന് നിലവിളിക്കുള്ള ഒരു ഉത്തരം മേൽപ്പറഞ്ഞ ഭാഗത്ത് നാം കാണുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൽ മഹതിയാം ബാബിലോണിനെ കുറിച്ചും പറയുന്നുണ്ട്. വിശുദ്ധന്മാരുടെ രക്തവും യേശുവിൻ്റെ സാക്ഷികളുടെ രക്തവും കുടിച്ച് മത്തയായിരിക്കുന്ന ഒരു സ്ത്രീയായിട്ടാണ് അവളെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. 18-ാം അധ്യായത്തിൽ അവളുടെ നാശത്തെക്കുറിച്ച് പറയുന്നു. വെളിപ്പാട് പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം ഒന്ന് നോക്കുക: സ്വർഗമേ, വിശുദ്ധന്മാരും അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുമായുള്ളവരെ, ദൈവം അവളോട് നിങ്ങൾക്ക് വേണ്ടി പ്രതികാരം നടത്തിയതുകൊണ്ട് അവളെ ചൊല്ലി ആനന്ദിപ്പിൻ. തൻ്റെ ജനത്തിനു വേണ്ടി പ്രതികാരം നടത്തുന്ന ദൈവം ആ പ്രതികാരത്തിൻ്റെയും ന്യായവിധിയുടെയും ഭയങ്കരത്വം ഭൂമിയിലുള്ളവർ അനുഭവിക്കേണ്ടതായിട്ടുണ്ട്. ഈ കാര്യം വളരെ വ്യക്തമായി വെളിപ്പാട് പുസ്തകത്തിൽ വിവരിച്ചിട്ടുമുണ്ട്. കൂടുതൽ വിശദമായി പിന്നീട് നമുക്ക് ഈ വിഷയം നോക്കാം. ദൈവം തൻ്റെ ന്യായവിധിയും പ്രതികാരവും ഭൂമിയിൽ ചൊരിയുമ്പോൾ തന്നെ തൻ്റെ സാക്ഷികളായവർക്ക് അല്പകാലം കഴിഞ്ഞു എന്ത് സംഭവിക്കും എന്നും കൂടെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്: 5-ാം മുദ്ര പൊട്ടിക്കുമ്പോൾ അറുക്കപ്പെട്ടവരുടെ ആത്മാക്കളെയാണ് കാണുന്നത്. അവർക്ക് വെള്ള നിലയങ്കി കൊടുത്തു, എങ്കിലും അല്പകാലം കൂടെ സ്വസ്ഥമായി പാർക്കണമെന്ന് അവരുടെ നാഥൻ അരുളി ചെയ്യുന്നു. അവർ തേജസ്കരിക്കപ്പെട്ട ശരീരത്തിൽ ഉയർത്തുനിൽക്കുന്നത് വരെയാണ് ഈ സ്വസ്ഥമായി പാർക്കൽ എന്നും വേണമല്ലേ മനസ്സിലാക്കാൻ. അതിന് ഇനി അല്പകാലമേ ഉള്ളൂ എന്നാണ് അവരോട് പറയുന്നത്. ഈ ഉയർത്തുനിൽപ്പ് യേശുക്രിസ്തുവിൻ്റെ വീണ്ടും വരവിൽ സംഭവിക്കുമെന്ന് വളരെ വ്യക്തമായി പുതിയ നിയമം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതിനാണ് 1-ാമത്തെ പുനരുത്ഥാനം എന്ന് പറയുന്നത്. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 4-5 വാക്യങ്ങൾ നോക്കുക. 1-ാം പുനരുത്ഥാനത്തിൽ ആരൊക്കെ ഉണ്ടാകുമെന്ന് അവിടെ പ്രത്യേകാൽ പറഞ്ഞിട്ടുണ്ട്.
ആ ലിസ്റ്റിൽ യേശുവിൻ്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം തല ഛേദിക്കപ്പെട്ടവർ ഉണ്ട് എന്ന് കാണുന്നു. അവർ ജീവിച്ച് 1000 ആണ്ട് ക്രിസ്തുവിനോട് കൂടെ വാണു. മരിച്ചവരിൽ ശേഷമുള്ളവർ 1000 ആണ്ട് കഴിയുവോളം ജീവിച്ചില്ല. ഇത് ഒന്നാമത്തെ പുനരുത്ഥാനം. 5-ാം മുദ്ര പൊട്ടിക്കുമ്പോൾ കാണപ്പെടുന്ന ആത്മാക്കൾ 1-ാം പുനരുത്ഥാനത്തിൽ ഉയർത്തിനിൽക്കുമെന്ന കാര്യത്തിന് തർക്കമൊന്നുമില്ല. ആ പ്രത്യാശയാണ് അവർക്കുള്ള സ്വസ്ഥത. എബ്രായലേഖനത്തിൽ ഏറ്റവും നല്ലൊരു ഉയർത്തുനിൽപ്പ് ലഭിക്കേണ്ടതിന് ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദ്യമേറ്റവരും ഇക്കൂട്ടത്തിലുണ്ട് എന്ന് കരുതാം. തെസ്സലോനിക്ക ലേഖനത്തിൽ നമ്മുടെ കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് അപ്പോസ്തലൻ വിവരിക്കുമ്പോൾ പറയുന്നത് ശ്രദ്ധിക്കുക. കർത്താവായ യേശു തൻ്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്നും അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനായി ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവായ യേശുവിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും പ്രതികാരം കൊടുക്കുമ്പോൾ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് പീഡയും പീഡ അനുഭവിക്കുന്ന നിങ്ങൾക്ക് ഞങ്ങളോട് കൂടെ ആശ്വാസവും പകരം നൽകുന്നത് ദൈവസന്നിധിയിൽ നീതിയല്ലോ. കർത്താവിൻ്റെ വരവിൽ 2 കാര്യങ്ങൾ സംഭവിക്കും. 1 പ്രതികാരം, 2 ആശ്വാസം. പീഡ അനുഭവിക്കുന്നവർക്ക് ആശ്വാസം പകരം കിട്ടും, പീഡിപ്പിക്കുന്നവർക്ക് പ്രതികാരവും. നാം ഇതിൽ ഏത് കൂട്ടത്തിലായിരിക്കുമെന്ന് തീർച്ചപ്പെടുത്തുവാൻ നമുക്ക് ആവശ്യമുണ്ട്. ഇനി അല്പകാലം കൂടെയുണ്ട്. സ്നേഹിതരെ, അറുക്കപ്പെട്ട കുഞ്ഞാടിനു വേണ്ടി അറുക്കപ്പെടുവാൻ നിങ്ങളും തയ്യാറുണ്ടോ? അങ്ങനെയുള്ളവരോട് കൂടെ ആശ്വസിക്കുവാനും സ്വസ്ഥത അനുഭവിക്കുവാനും ദൈവവചനം കാത്ത് യേശുവിൻ്റെ സാക്ഷ്യം മരണപര്യന്തം വിശ്വസ്തരായി പാലിക്കുവാനും നിങ്ങൾ സന്നദ്ധരാണോ? നമുക്കെല്ലാവർക്കും അതിനുള്ള കൃപ കർത്താവ് നൽകുമാറാകട്ടെ. തുടർന്ന് 6-ാം മുദ്ര പൊട്ടിക്കുന്നതിനോടനുബന്ധിച്ച് നടക്കുന്ന സംഭവങ്ങൾ നമുക്ക് ഇന്ന് നോക്കാം. 6-ാം അധ്യായം 12 മുതൽ 17 വരെ വാക്യങ്ങൾ കാലാകാലങ്ങളിലായി ദൈവത്തിൻ്റെ ന്യായവിധികൾ ഭൂമിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ് ഈ മുദ്രകൾ പൊട്ടിക്കുമ്പോൾ നടക്കുന്ന സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത്. അതിനിടയിൽ തനിക്ക് വേണ്ടി ഒരു ജനത്തെ സൂക്ഷിക്കുന്നതിലും ദൈവം ശ്രദ്ധിക്കുന്നു എന്ന സത്യം 5-ാം മുദ്ര പൊട്ടിക്കുമ്പോൾ നടന്ന സംഭവം തെളിയിച്ചു. 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയ ഭൂകമ്പമുണ്ടായി എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതോട് ബന്ധപ്പെട്ട് സംഭവിക്കുന്നത് സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, ആകാശം, ഭൂമി എന്നിവയെ എല്ലാം ബാധിക്കുന്ന കാര്യങ്ങളാണ്. എല്ലാറ്റിനും ഇളക്കം സംഭവിക്കുന്നു. ഇത് കാണുമ്പോൾ ഭൂമിയിലെ മനുഷ്യർ സകലവും ഒരുപോലെ തന്നെ താൻ രക്ഷപ്പെടുവാൻ സങ്കേതങ്ങൾ അന്വേഷിക്കുന്നു. ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും മഹാകോപ ദിവസം വന്നു എന്ന് അവർ പറയുന്നു. പ്രപഞ്ചം മുഴുവൻ ഇളകത്തക്കവണ്ണം ഉള്ള ഒരു ഭൂകമ്പമാണ് ഉണ്ടായത്. 7-ാം മുദ്ര പൊട്ടിക്കുമ്പോൾ 7 കാഹളങ്ങളുള്ള ദൂതന്മാർ പുറപ്പെടുകയും കാഹളങ്ങൾ ഓരോന്നായി ഊതുകയും ചെയ്യുന്നു. അപ്പോൾ സംഭവിക്കുന്നതെല്ലാം ഈ പ്രപഞ്ചത്തെ മുഴുവൻ ബാധിക്കുന്ന കാര്യങ്ങളാണ്. 16-ാം അധ്യായത്തിൽ കാണുന്ന ദൈവത്തിൻ്റെ ക്രോധകലശങ്ങൾ പകരുന്നതിനും പ്രപഞ്ചത്തെ മുഴുവൻ ബാധിക്കുന്ന സംഭവങ്ങളാണ് കാണുന്നത്. ആ ഭാഗങ്ങളിലും ദൈവത്തിൻ്റെ കോപം ചൊരിയുന്നതായിട്ടാണ് പറയുന്നത്. ഭൂകമ്പത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന വാക്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ദൈവകോപം വന്നു എന്ന് പറയുന്നതും ശ്രദ്ധിക്കേണ്ടതാണ്. നീതിമാനായ ദൈവം തൻ്റെ ക്രോധത്തിൽ എഴുന്നള്ളി വരുന്ന ചിത്രമാണ് ഈ സംഭവങ്ങളിലെല്ലാം നാം കാണുന്നത്. 6-ാം മുദ്ര പൊട്ടിക്കുമ്പോൾ ഉണ്ടാകുന്ന സംഭവങ്ങൾ ദൈവത്തിൻ്റെ എഴുന്നള്ളത്തിലുണ്ടാകുന്നതായി പഴയ നിയമ പ്രവചനങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ഭൂതലത്തെ ദോഷം നിമിത്തവും ദുഷ്ടന്മാരുടെ അകൃത്യം നിമിത്തവും സന്ദർശിക്കുമെന്ന് ദൈവം അരുളി ചെയ്യുന്നു. ആ ദിവസം ക്രൂരമായിട്ടും ക്രോധത്തോടും അതികോപത്തോടും കൂടെ വരുന്നുവെന്നാണ് പ്രവാചകൻ രേഖപ്പെടുത്തുന്നത്. സകല ജാതികളോടും യഹോവയ്ക്ക് കോപവും അവരുടെ സർവ്വസൈന്യത്തോടും ക്രോധവും ഉണ്ട് എന്ന് പറഞ്ഞ് ഇറങ്ങി വരുന്ന ദൈവത്തിൻ്റെ ന്യായവിധിയുടെ വാൾ എന്തു ചെയ്യും എന്ന് പ്രവാചകൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് നോക്കുക. 4-ാം വാക്യത്തിൽ പറയുന്നത് ശ്രദ്ധിക്കുക. ആകാശവും ഒരു ചുരുൾ പോലെ ചുരുണ്ടുപോകും, അതിലെ സൈന്യമൊക്കെയും അത്തിവൃക്ഷത്തിൻ്റെ കായ് വാടിപ്പൊഴിയുന്നത് പോലെയും പൊഴിഞ്ഞു പോകും. യഹോവയുടെ കോപ ദിവസത്തെക്കുറിച്ച് യോവേൽ പ്രവാചകൻ എഴുതിയിരിക്കുന്നതുമായി ഇത് ഒത്തുനോക്കാവുന്നതാണ്. ഈ വാക്യങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ കോപം ഏതു നിലയിൽ ആകാശത്തെയും ഭൂമിയെയും സൂര്യചന്ദ്രാദികളെയും ബാധിക്കുമെന്ന് മുൻപേ പറഞ്ഞിട്ടുള്ളതാണ്. ഹഗ്ഗായി പ്രവാചകൻ എഴുതുന്നത് ഇങ്ങനെയാണ്: സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇനി കുറഞ്ഞൊന്നു കഴിഞ്ഞിട്ട് ഞാൻ ആകാശത്തെയും ഭൂമിയെയും കടലിനെയും കരയെയും ഇളക്കും. എബ്രായ ലേഖനകർത്താവ് ഈ വാക്യമെടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കർത്താവിൻ്റെ ഒലിവുമല പ്രഭാഷണത്തിൽ ആകാശത്തിൻ്റെ ശക്തികൾ ഇളകുന്നതിനെക്കുറിച്ചും സൂര്യചന്ദ്രാദികൾ ഇളകുന്നതിനെക്കുറിച്ചും മറ്റും വിവരിച്ചിട്ടുണ്ടല്ലോ. നമ്മുടെ കർത്താവ് വീണ്ടും വരുന്നതിന് മുൻപ് നടക്കേണ്ടുന്ന സംഭവങ്ങളായിട്ടാണ് കർത്താവ് തന്നെ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്.
സകല കാര്യങ്ങളിലും ശാസ്ത്രീയ വിശദീകരണം ആവശ്യപ്പെടുന്ന ഒരു കാലത്താണല്ലോ നാം ജീവിക്കുന്നത്. ഈ പ്രപഞ്ചം ഇതുപോലെ നിലനിൽക്കുമോ എന്ന കാര്യത്തിൽ ശാസ്ത്രജ്ഞന്മാർ നടത്തിയിട്ടുള്ള ഗവേഷണങ്ങളുടെ ഫലം വളരെ നിരാശാജനകമാണ്. നിരീശ്വരന്മാരായ ശാസ്ത്രജ്ഞന്മാർ പോലും ഇക്കാര്യത്തിൽ എത്തിച്ചേർന്ന നിഗമനങ്ങൾ വായിച്ചാൽ ആരും പരിഭ്രമിച്ചു പോകും. 1984 ജൂൺ മാസത്തിൽ പശ്ചിമ ജർമ്മനിയിൽ നടന്ന ഭൗതിക ശാസ്ത്രജ്ഞന്മാരുടെ ഒരു അന്തർദേശീയ സമ്മേളനത്തിൽ ഭൗതിക ശാസ്ത്രജ്ഞനായ പ്രൊഫസർ കൊൺറാഡ് കെലിൻകെറ്റ് എന്ന അദ്ദേഹം ഒരു പ്രസ്താവന നടത്തി. വളരെ ഗവേഷണങ്ങൾക്ക് ശേഷമാണ് അത് പറഞ്ഞത്. ഒരു ബലൂൺ പെട്ടെന്ന് പൊട്ടി അതിനുള്ളിലെ വായു പോകുന്നത് പോലെ ഈ പ്രപഞ്ചം ഒരു ദിവസം ശൂന്യമായിത്തീരും. ഒരുപക്ഷെ പുതുതായി ഒരു പ്രപഞ്ചം ജനിക്കുവാൻ ആയിരിക്കാം. ഇന്നത്തെ ശാസ്ത്രജ്ഞന്മാർ അത് തലകുലുക്കി സമ്മതിക്കുന്നു എന്നല്ലേ അതിൻ്റെ അർത്ഥം? എന്നാൽ ബൈബിൾ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുൻപ് അത് വിശദമായി രേഖപ്പെടുത്തി. അത് വായിക്കുവാനും പഠിക്കുവാനും മുതിരുന്ന ഏതു പാവപ്പെട്ടവനും ഇന്ന് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് കേട്ട് അമ്പരന്ന് പോകേണ്ട ആവശ്യമില്ല. ദൈവം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു എന്ന് വിശ്വസിക്കുന്നവർക്ക് ഈ പ്രപഞ്ചത്തെ നശിപ്പിക്കുവാൻ ദൈവത്തിന് അധികാരമുണ്ട് എന്നും വിശ്വസിക്കുവാൻ യാതൊരു പ്രയാസവും ഇല്ല. ലക്ഷക്കണക്കിന് സൗരയൂഥങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഈ പ്രപഞ്ചം എന്ന് ശാസ്ത്രജ്ഞന്മാർ പറയുന്നു. ഇനിയും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ലാത്ത നക്ഷത്ര സമൂഹങ്ങളുണ്ടെന്ന് അവർ അവകാശപ്പെടുന്നു. ആകാശത്തിലെ സൈന്യമെല്ലാം അലിഞ്ഞു പോകും എന്ന് യെശയ്യാ പ്രവാചകൻ എഴുതിയത് ദൈവത്തിൻ്റെ അരുളപ്പാടായിട്ടാണ്. അതിൽ ഉൾക്കൊള്ളുന്ന നക്ഷത്ര സമൂഹങ്ങൾ എത്രയായാലെന്താ? പ്രപഞ്ചത്തിലുണ്ടാകുന്ന ഈ ഇളക്കം മൂലം ഭൂമിയിലെ മനുഷ്യർ എന്തു ചെയ്യുമെന്നും യോഹന്നാൻ എഴുതുന്നുണ്ട്. ഭൂമിയിലെ രാജാക്കന്മാരും മഹത്തുക്കളും സഹസ്രാധിപന്മാരും ധനവാന്മാരും ബലവാന്മാരും സകല ദാസനും സ്വതന്ത്രനും ഗുഹകളിലും മലപ്പാറകളിലും ഒളിച്ചുകൊണ്ട് മലകളോടും പാറകളോടും ഞങ്ങളുടെ മേൽ വീഴുവിൻ എന്ന് പറയും. ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളവരെ ശ്രദ്ധിക്കുക. രാജാക്കന്മാർ മുതൽ അടിമകൾ വരെയുള്ള എല്ലാവരും. മഹത്തുക്കളുണ്ട് അതിൽ. ഇവരെ ശാസ്ത്രജ്ഞന്മാരുടെ കൂട്ടത്തിൽപ്പെടുത്താം. പട്ടാള മേധാവികളുണ്ട്, ധനവാന്മാരുണ്ട്. ഇവരെല്ലാം ഒളിക്കുവാൻ ഇടമന്വേഷിക്കുകയാണ്. ഭൂമിയിലെ മലകളിൽ, പാറപ്പിളർപ്പുകളിൽ, ഗുഹകളിൽ എല്ലാം ഇവയെല്ലാമാണ് ഇളകുന്നത്. എന്നിട്ടും ഇളകിപ്പോകുന്നതിൽ ആശ്രയം വയ്ക്കുവാൻ അവർ പ്രേരിപ്പിക്കപ്പെടുന്നു. ഈ ഒളിച്ചുകളി ആദ്യ മനുഷ്യനിൽ തുടങ്ങിയതാണ്. ആരിൽ നിന്നാണ് ഇവർ ഒളിക്കുന്നത്? ദൈവസന്നിധിയിൽ നിന്ന്. സിംഹാസനത്തിലിരിക്കുന്നവൻ്റെ മുഖം കാണാതെ വണ്ണം, കുഞ്ഞാടിൻ്റെ കോപം തട്ടാതെ വണ്ണവും മറഞ്ഞിരിപ്പാൻ അവർ പരിശ്രമിക്കുന്നു. എന്തു ഫലം? മനുഷ്യൻ്റെ പാപം എത്ര ഭയങ്കരമാണ് എന്ന ചിന്തയാണ് ഉണ്ടാകുന്നത്. പാപം ചെയ്ത മനുഷ്യൻ ദൈവ സാന്നിധ്യത്തെ ഭയപ്പെടുന്നു. എന്നാൽ അവന് സങ്കേതവും ആശ്രയവും ആയി അവർ തേടി നടക്കുന്നത് ഈ ഭൗതിക വസ്തുക്കളെ ആണ്. അതൊരിക്കലും അവന് ആശ്രയം നൽകുകയില്ല എന്ന സത്യം മനസ്സിലാക്കി കഴിയുമ്പോൾ സമയം വൈകിയിരിക്കും. ഭൗതിക പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ ഒരു ദൈവമുണ്ട്. ആ ദൈവം വിശുദ്ധനാണ്, നീതിമാനാണ്. അവൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നവരോട് അവൻ ദയ കാണിക്കുന്നു. അവൻ പാപികളായ മനുഷ്യവർഗത്തിന് രക്ഷാമാർഗമൊരുക്കി. ദൈവത്തിൻ്റെ സ്നേഹവും ദയയും വാത്സല്യവും അനുഭവിച്ചുകൊണ്ട് അവൻ്റെ കോപത്തിൽ നിന്നും ക്രോധത്തിൽ നിന്നും ന്യായവിധിയിൽ നിന്നും രക്ഷപ്പെടാൻ ആ രക്ഷാമാർഗമാണ് അറുക്കപ്പെട്ട കുഞ്ഞാട്. ആ കുഞ്ഞാടിൻ്റെ രക്തത്തിൽ പാപമോചനമുണ്ട്. ആ രക്തമൊഴുകിയ മാർവിൽ ആശ്രയമുണ്ട്. അവിടെയാണ് മറഞ്ഞിരിക്കുവാൻ പറ്റിയ സ്ഥാനം. അവിടെ മറഞ്ഞിരിക്കുന്ന ആർക്കും പരിഭ്രമിക്കാനില്ല. അല്ലാത്തവർക്ക് മറഞ്ഞിരിക്കുവാൻ ഈ പ്രപഞ്ചത്തിൽ യാതൊരു സ്ഥാനവുമില്ല. ദൈവത്തിൻ്റെ ന്യായവിധിയിൽ ഇവയെല്ലാം നശിക്കുവാനുള്ളതാണ്. യെശയ്യാ പ്രവാചകൻ മൂലം ദൈവം അരുളി ചെയ്ത ഒരു വാക്യം കൂടെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിക്കുക. യഹോവ ഭൂമിയെ നടുക്കുവാൻ എഴുന്നേൽക്കുമ്പോൾ അവൻ്റെ ഭയങ്കരത്വം നിമിത്തവും അവൻ്റെ മഹിമയുടെ പ്രഭ നിമിത്തവും പാറകളുടെ ഗഹ്വരങ്ങളിലും പൊട്ടിയ പാറകളുടെ വിള്ളലുകളിലും കടക്കേണ്ടതിന് തങ്ങൾ നമസ്കരിക്കാൻ വെള്ളി കൊണ്ടും പൊന്നുകൊണ്ടും ഉണ്ടാക്കിയ മിഥ്യാമൂർത്തികളെ മനുഷ്യർ ആ നാളിൽ തുരപ്പനരിക്കും നരിച്ചീർന്നും എറിഞ്ഞുകളയും. മൂക്കിൽ ശ്വാസമുള്ള മനുഷ്യനെ വിട്ടൊഴിവിൻ, അവന് എന്ത് വിലമതിപ്പാനുള്ളൂ? ജീവനുള്ള ദൈവത്തെ തേച്ച് കളഞ്ഞ് സ്വന്തം ദൈവങ്ങളെ ഉണ്ടാക്കുന്നവർക്ക് ആ ദൈവങ്ങളെ എറിഞ്ഞു കളയുവാനേ സാധിക്കൂ. ആ ദൈവങ്ങൾക്ക് സഹായിപ്പാൻ കഴിയുകയില്ല. ഭൗതിക ദൈവങ്ങൾ പൂജ്യം മാത്രം. ദൈവത്തിൻ്റെ മഹാകോപ ദിവസം വന്നു കഴിയും മുൻപ് കുഞ്ഞാടിൻ്റെ സ്നേഹത്തിലേക്ക് കടന്നു വരുന്നവർ എത്ര ഭാഗ്യവാന്മാർ. കുഞ്ഞാടും കോപിക്കുന്ന ഒരു ദിവസമുണ്ട്. കുഞ്ഞാടിൻ്റെ മുൻപിൽ അന്ന് ആർക്കും നിൽപ്പാൻ കഴിയുകയില്ല. 6-ാം മുദ്ര പൊട്ടിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ നമ്മെ 7-ാം മുദ്ര പൊട്ടിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളിലേക്ക് ആണ് നയിക്കുന്നത്. പുസ്തകച്ചുരുൾ നിവർത്തി അതിലുള്ള കാര്യങ്ങൾ മുഴുവനായും ഇനി സംഭവിക്കേണ്ടതുണ്ട്. ലോകാവസാന സംഭവങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് 7-ാം മുദ്ര പൊട്ടിക്കുമ്പോൾ ഉണ്ടാകുന്നത്. 6 മുദ്രകൾ പൊട്ടിക്കുമ്പോൾ സംഭവിക്കുന്നതെല്ലാം
പിന്നീട് സംഭവിക്കുവാനുള്ള കാര്യങ്ങളുടെ ഒരു ആമുഖമായിട്ടാണ് മനസ്സിലാക്കേണ്ടത്. കുഞ്ഞാട് ഇവയെല്ലാം നിയന്ത്രിക്കുന്നു. ന്യായവിധിക്കുള്ള അധികാരം പുത്രന് നൽകിയിരിക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞത് ഓർക്കുമല്ലോ. ലോക സംഭവങ്ങൾ അവയുടെ പാരമ്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രപഞ്ചം മുഴുവൻ ഇളക്കുവാൻ നമ്മുടെ കർത്താവ് ഇറങ്ങി വരാറായി. ആ വരവനായി നാം ഒരുങ്ങിയിട്ടുണ്ടോ എന്നാണ് പ്രധാന ചോദ്യം. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക എന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നൽകിയ ആഹ്വാനം നമ്മിൽ എത്ര പേർ ശ്രദ്ധിച്ചിട്ടുണ്ട്? അവൻ്റെ വരവിൽ നാം അവനോടുകൂടെ ആശ്വസിക്കുന്നവരുടെ കൂട്ടത്തിൽ ആയിരിക്കുമോ? തീരുമാനം അവരവർക്കുള്ളതാണ്. ഇന്ന് അറുക്കപ്പെട്ട കുഞ്ഞാടുമായി നിരന്നവർക്ക് അവനിൽ എന്നേക്കും മറഞ്ഞിരിക്കുവാൻ കഴിയും. സ്നേഹിതരെ, നിങ്ങൾ ഇതിൽ ഏത് കൂട്ടത്തിൽ പെടും? ഒന്ന് ഇരുന്ന് ചിന്തിക്കുവാൻ ഈ സന്ദേശം നിങ്ങളുടെ ഹൃദയത്തെ പ്രേരിപ്പിക്കുന്നില്ലേ? ദൈവത്തിൻ്റെ സന്നിധിയിൽ അദൃശ്യമായ ആ സാന്നിധ്യത്തിൽ ഇരുന്നു കൊണ്ട് ജീവിതത്തെ ഒന്ന് പരിശോധിക്കുക. നമ്മുടെ ഹൃദയങ്ങളെ ദൈവത്തിങ്കൽ ആശ്രയിക്കുവാനായിട്ട് കുഞ്ഞാടിൻ്റെ ഹൃദയത്തിലേക്ക് നമ്മുടെ ഹൃദയത്തെ യോജിപ്പിക്കുവാൻ നിങ്ങൾ ഒരുങ്ങുന്നെങ്കിൽ ദൈവം നിങ്ങളെ സഹായിക്കും. നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.